ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മിനിസ്റ്റർ രാവിലെ അവിടേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് നിന്നും അങ്ങടങ്ങുന്ന മന്ത്രിതല സംഘം ഇപ്പോൾ വയനാട്ടിലേക്ക് പോവുകയാണെന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്? ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് എത്തി. കോഴിക്കോട് നിന്ന് റോഡ് മാർഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഇപ്പൊ വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് അടിയന്തരമായി വയനാട്ടിലെത്തും. അതിന് പുറമെ സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് MEG ബാംഗ്ലൂരിൽ നിന്നാണ് എത്തുക. ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പിലാക്കും. അവര് ഒരു 3 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും, 3-4 മണിക്കൂർ കൊണ്ട് എത്തും. പിന്നെ അതിന്റെ മറ്റ് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ഒക്കെയാണ് പൊതുവെ കണക്കാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ സൈന്യത്തിന്റെ കേരള കർണാടക ചുമതലയുള്ള മേജർ ജനറൽ റവന്യൂ സെക്രട്ടറി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. ഈ രക്ഷാപ്രവർത്തനത്തിന് ഡ്രോണുകളും പോലീസ് ഡോഗ്സും ഉപയോഗിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ പോലീസിന്റെ ഡ്രോണുകൾ വിന്യസിച്ച് തെരച്ചിൽ നടത്താൻ പ്രത്യേക നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് എല്ലാ നിലയിലുമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഈ രക്ഷാപ്രവർത്തനം പൊതുവെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ചൂരൽമലയിൽ ഒരു കൺട്രോൾ റൂം തുറന്നു. മേപ്പാടി, മുണ്ടക്കൈ ഈ പ്രകൃതി ദുരന്തം നമുക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ച ചൂരൽമലയിൽ താലൂക്ക് തലത്തിൽ IRS കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഈ കൺട്രോൾ റൂമിന്റെ നമ്പറുകൾ നിങ്ങളെടുത്ത് അതൊന്ന് പൊതുവെ എഴുതിയെടുക്കുന്നത് നല്ലതാണ്. അവിടുത്തെ ഡെപ്യൂട്ടി കളക്ടർ 8547 61 6025. മിനിസ്റ്റർ, ഇത് എവിടത്തെയാണെന്ന് ഒന്നുകൂടി ആവർത്തിക്കാമോ? ഇത് ഈ പറയുന്ന ഒന്നുകൂടി പറയാം. ഇത് നമ്മുടെ ഈ മേപ്പാടി ഈ ഇവിടെ ചൂരൽമലയിലെ താലൂക്ക് തല IRS കൺട്രോൾ റൂം ഓക്കെ. ഇപ്പൊ പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പൊ പറഞ്ഞ നമ്പർ ഡെപ്യൂട്ടി കളക്ടറുടെ 8547 61 6025. ഓക്കെ. വൈത്തിരി തഹസിൽദാർ 8547 61 6601. ഓക്കെ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. 8547 61 6601. വൈത്തിരി തഹസിൽദാർ. കൽപ്പറ്റ ജോയിന്റ് BDO ഓഫീസ് 9961 28 98. ഹലോ മിനിസ്റ്റർ, കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാം. 98 ഓക്കെ. 9961 ഓക്കെ. പിന്നെ അസിസ്റ്റന്റ് മോട്ടോർ വാഹന ഇൻസ്പെക്ടർ 9383 405093. ഓക്കെ. അഗ്നിശമന സേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ 9497 ഓക്കെ. 920271. 920271. ഓക്കെ. I will repeat once again. 9497920271. ഇത് അഗ്നിശമന സേനയുടെ. അതെ. ഓക്കെ. പിന്നെ വൈത്തിരി താലൂക്ക് ഓഫീസ് ഡെപ്യൂട്ടി തഹസിൽദാർ 94473 50688. ഓക്കെ. പിന്നെ നേവി സംഘം അവിടേക്ക് എത്തും. രക്ഷാപ്രവർത്തനത്തിനായി ഏഴിമലയിൽ നിന്ന് നാവികസേനാ സംഘം എത്തും. ഇത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നേവിയുടെ സഹായം അഭ്യർത്ഥിച്ചത്. നേവിയുടെ ഈ റിവർ ക്രോസിംഗ് ടീമിന്റെ സഹായമാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഓക്കെ. മിനിസ്റ്റർ, ഒരു കാര്യം, ഈ മരണസംഖ്യ അല്ലെങ്കിൽ പരിക്കേറ്റ ആശുപത്രിയിൽ തുടരുന്നവരുടെ കണക്ക്, ഇതിലൊരു കൃത്യമായ ഒരു കണക്ക് ഇപ്പോൾ അങ്ങേക്ക് ലഭിച്ചിട്ടുണ്ടോ? അതിൽ കണക്ക് ഇപ്പോ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിന്റെ നമ്മളിപ്പോ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ മറ്റു കാര്യങ്ങളാണ് യാത്രക്കിടയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും.
ഓക്കെ. ഓക്കെ, എത്ര മണിയോടുകൂടി സാധ്യത- മിനിസ്റ്റർ അടങ്ങുന്ന സംഘം അവിടെ എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഞങ്ങള് എത്രയും വേഗത്തിലെത്തും. ഞങ്ങള് റോഡ് മാർഗം പോയിക്കൊണ്ടിരിക്കുകയാണ്, വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ മിനിസ്റ്റർ, ഓക്കെ. എത്രയും വേഗത്തിലെത്തും. അവിടെ ഇപ്പൊ ഫോണിൽ എല്ലാ കാര്യങ്ങളും വിളിച്ച് എല്ലാ ഭാഗത്തും വിളിച്ച് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. താങ്ക് യു മിനിസ്റ്റർ. അങ്ങ് ഈ നൽകിയ നമ്പറുകൾ വളരെ വേഗം തന്നെ നമ്മൾക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്നതായിരിക്കും. എന്തായാലും ചൂരൽമല കേന്ദ്രീകരിച്ച് ഒരു കൺട്രോൾ റൂം സജ്ജമാണ്. അതുമായി ബന്ധപ്പെട്ട ഫോൺ നമ്പറുകളാണ് മിനിസ്റ്റർ ഇപ്പോൾ തത്സമയം നമുക്ക് പങ്കുവച്ചത്. ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ളവരുടെ മൊബൈൽ നമ്പറുകൾ അതിലുണ്ട്. വൈത്തിരി തഹസിൽദാർ, ഒപ്പം തന്നെ മേപ്പാടി ചൂരൽമല താലൂക്ക് തല IRS കൺട്രോൾ റൂം അടക്കം അവിടെ തുറന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും സാധ്യമായിട്ടുള്ള സംവിധാനങ്ങൾ, ഏകോപന സംവിധാനങ്ങൾ കൃത്യമായി ഒരുക്കിക്കൊണ്ട് ഇപ്പോൾ മന്ത്രിതല സംഘം അവർ റോഡ് മാർഗം കോഴിക്കോട് എത്തിയതിനു ശേഷം റോഡ് മാർഗം വയനാട്ടിലേക്ക് പോവുകയാണ്. ആ യാത്രക്കിടയിൽ ഇത്തരത്തിലുള്ള കൺട്രോൾ റൂമുകളുടെ ഏകോപന പ്രവർത്തനങ്ങൾ മന്ത്രിമാർ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവരവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്.